Good morning all. Today we are discussing K-map simplification. നോക്കാം എന്തിനാണ് നമ്മൾ K-map simplification യൂസ് ചെയ്യുന്നത് എന്നൊക്കെയാണ് ഇവിടെ പറയുന്നത്. അതേപോലെ എങ്ങനെയാണ് ചെയ്യുന്നതെന്നൊക്കെ ഒരു ഐഡിയ നിങ്ങൾക്ക് നമ്മൾ തരും. So as an introduction നമുക്ക് നോക്കാം. Although the truth table representation of a function is unique, when expressed algebraically it can appear in many different forms. അതായത് നമ്മൾ ട്രൂത്ത് ടേബിളിൻ്റെ റെപ്രസെൻറ്റേഷൻ ചെയ്യുമ്പോൾ അത് യുണീക്ക് ആയിരിക്കും, പക്ഷേ അത് ആൽജിബ്രിക്കലി എക്സ്പ്രസ് ചെയ്യുമ്പോൾ മെനി ഡിഫറെൻറ്റ് ഫോംസിൽ അത് ചിലപ്പോൾ അപ്പിയർ ചെയ്യാം. ബൂളിയൻ ഫംഗ്ഷൻ മേ ബി സിംപ്ലിഫൈഡ് ബൈ ആൽജിബ്രിക് മീൻസ്. ബൂളിയൻ ഫംഗ്ഷൻസ് നമ്മൾ ആൽജിബ്രിക് മീൻസിൽ നമ്മൾ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ അതിൻ്റെ മിനിമൈസേഷൻ പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ കുറച്ച് ഡിഫിക്കൽട്ടാണ്. ബിക്കോസ് ഇറ്റ് ടേക്സ് സ്പെസിഫിക് റൂൾസ് ടു പ്രെഡിക്റ്റ് ഈച്ച് സക്സീഡിങ് സ്റ്റെപ്പ് ഇൻ മാനിപ്പുലേറ്റീവ് പ്രോസസ്സ്. അതിൻ്റെ ഓരോ സ്റ്റെപ്പും മാനിപ്പുലേറ്റീവ് പ്രോസസ്സിൻ്റെ സ്റ്റെപ്പുകൾ ചെയ്യുമ്പോൾ പ്രിഡിക്റ്റ് ചെയ്യുമ്പോൾ അതിന് സ്പെസിഫിക് റൂൾസൊക്കെ വെച്ച് ചെയ്യുകയെന്ന് പറഞ്ഞാൽ കുറച്ച് ഡിഫിക്കൽട്ടാണ്. സോ നമ്മൾ എന്ത് ചെയ്യും, അത് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് സിംപ്ലിഫൈഡ് ആയിട്ടുള്ള മെത്തേഡ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യും. കാരണം വെറുതെ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ സിംപ്ലിഫൈഡ് ആയിട്ടുള്ള മെത്തേഡ് നമുക്ക് അതിന് കിട്ടുന്നതാണ്. സിമ്പിൾ സ്ട്രെയിറ്റ് ഫോർവേഡ് പ്രൊസീജിയറാണ് നമ്മളുടെ K-map. ഇത് ബൂളിയൻ ഫങ്ഷൻസിനെ മിനിമൈസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന മെത്തേഡാണ്. ഓക്കെ, അതെങ്ങനെ ചെയ്യുന്നത് നോക്കാം. അപ്പോൾ പറഞ്ഞാൽ എന്താ വെച്ചാൽ ട്രൂത്ത് ടേബിളിൽ നമ്മൾ ആൽജിബ്രിക്കൽ ഫോമിൽ എക്സ്പ്രസ് ചെയ്യുമ്പോൾ ബൂളിയൻ ഫങ്ഷൻസൊക്കെ സിംപ്ലിഫൈ ചെയ്യാൻ പറഞ്ഞാൽ ഡിഫിക്കൽട്ടാണ്. സോ അതൊക്കെ സോൾവ് ചെയ്യാൻ വേണ്ടി നമ്മൾ സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ടുള്ളൊരു സിംപ്ലസ്റ്റ് മെത്തേഡാണ് K-map കൊണ്ടുവന്നിട്ടുള്ളത്. എന്താണ് K-map നോക്കാം. ഇതാണ് K-map, കർനാഫ് മാപ്പ്. A K-map is a graphical representation of truth table that can be used to reduce logic circuit to its simplest term. K-map എന്ന് പറഞ്ഞാൽ ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ആണ്. നമ്മളുടെ ട്രൂത്ത് ടേബിളിൻ്റെ ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ആണ് K-map. അത് യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ലോജിക് സർക്യൂട്ട്സിനെ സിംപ്ലസ്റ്റ് ടേമിലേക്ക് റെഡ്യൂസ് ചെയ്യാൻ കഴിയും. ദ K-map യൂസ് എ റെക്റ്റാങ്കിൾ ഡിവൈഡ് ഇൻ ടു റോസ് ആൻഡ് കോളംസ്. K-map എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു റെക്റ്റാങ്കിളാണ് അത് യൂസ് ചെയ്യുന്നത്. അതിന് റോസും കോളംസും ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടാവും. എനി പ്രൊഡക്റ്റ് ടേം ഇൻ ദ എക്സ്പ്രഷൻ ടു ബി സിംപ്ലിഫൈഡ് ക്യാൻ ബി റെപ്രസെൻറ്റഡ് ആസ് ദെയർ ഇൻ്റർസെക്ഷൻ ഓഫ് റോ ആൻഡ് കോളം. അതായത് ഇവിടെ നമ്മൾ പ്രൊഡക്റ്റായിട്ട് പറയുന്ന ആ ഒരു എക്സ്പ്രഷനിൽ പറയുന്ന ആ ഡാറ്റയെ നമ്മൾ എന്ത് ചെയ്യുന്നറിയോ, റോസിൻ്റെയും കോളത്തിൻ്റെയും ഇൻ്റർസെക്ഷനിൽ കൊണ്ടുപോയിട്ട് വെക്കും. ഓക്കെ, ദ റോസ് ആൻഡ് കോളംസ് ആർ ലാബിൾഡ് വിത്ത് ഈച്ച് ടേം ഇൻ ദ എക്സ്പ്രഷൻ ആൻഡ് ഇറ്റ്സ് കോംപ്ലിമെൻറ്റ്. റോസും കോളംസും ലേബിൾ ചെയ്തിട്ട് എന്താ വെച്ചാൽ ഓരോ ടേമും ഉണ്ടായിരിക്കും, പിന്നെ അതിൻ്റെ കോംപ്ലിമെൻറ്റും ഉണ്ടായിരിക്കും. The labels must be arranged so that each horizontal or vertical move changes the state of one and only one variable. അപ്പോൾ ഓരോ കോളം അങ്ങനെ മറിഞ്ഞു പോകുന്നതിനനുസരിച്ച് ഓരോ വേരിയബിളിനും ഓരോ ചേഞ്ചസേ ഉണ്ടാവുള്ളൂ, അല്ലാതെ മൊത്തത്തിലെ വേരിയബിൾ അങ്ങനെ ചേഞ്ച് ആയി പോയില്ല. അത് ഞാൻ ഈ ഫിഗർ വെച്ചിട്ട് കാണിച്ചു തരാം കേട്ടോ, എന്താ സംഭവിക്കുക. അതായത് ഓരോ റോസിനും കോളത്തിനും ലേബിൾ ചെയ്തിട്ടുള്ള ഓരോ പേരുകൾ ഉണ്ടായിരിക്കും, എക്സ്പ്രഷൻസ് ഉണ്ടായിരിക്കും, പിന്നെ അതിൻ്റെ കോംപ്ലിമെൻറ്റും ഉണ്ടായിരിക്കും. പിന്നെ ഓരോന്ന് ഹൊറിസോണ്ടലി ആയാലും വെർട്ടിക്കലി ആയാലും ഇങ്ങനെ മൂവ് ചെയ്ത് പോകുന്നതിനനുസരിച്ച് ഒരു വേരിയബിളിനകത്തുള്ള സ്റ്റേറ്റിനെ ചേഞ്ച് വരുള്ളൂ, മൊത്തത്തിൽ ചേഞ്ച് വരില്ല. ഇതാണ് ഒരു 2 വേരിയബിൾ K-map. ഇതിനകത്ത് കണ്ടോ, ഇവിടെ എക്സ് ഉണ്ട്, ഇവിടെ വൈ ഉണ്ട്. അപ്പോൾ ഞാൻ ഇപ്പോൾ നേരത്തെ പറഞ്ഞ വേരിയബിളിൻ്റെ കേസ് എന്ന് പറഞ്ഞാൽ ഇവിടെ y' വരും, ഇവിടെ y വരും, ഇവിടെ x' വരും, ഇവിടെ x വരും. അങ്ങനെയാണ് അവർ കൺസിഡർ ചെയ്യുന്നത്. നമ്മളുടെ ലേബിൾ ചെയ്തിട്ടുള്ള ടേംസിനെ കൺസിഡർ ചെയ്യുന്നത് അങ്ങനെയാണ്. അപ്പോൾ ഈ ഏരിയ y ആണ്, ഈ ഏരിയ x ആണ് എങ്കിൽ ഇവിടെ 0 ആയി, ഇവിടെ 1 ആയി, ഇവിടെ 0 ആയി, 1 ആയി. അപ്പോൾ ഇത് ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന റോയും കോളം ഏതാണ്, 0 0 0 1 1 0 1 1. അപ്പോൾ നമ്മളത് നമ്പർ സിസ്റ്റത്തിലേക്ക് പോയി നമ്പർ കൺവേർഷനൊക്കെ നമ്മൾ പഠിച്ചല്ലേ. അപ്പോൾ 0 0 ആണ് നമ്പർ ഏതാണ്, 0 ആണ്. 0 1 എന്ന് പറഞ്ഞുള്ള നമ്പർ ഏതാണ്, 1 ആണ്. 1 0 എന്ന് പറഞ്ഞുള്ള നമ്പർ എന്താണ്, 2 ആണ്. 1 1 എന്ന് പറഞ്ഞ ഏതാണ്, 3 ആണ്. ഇത് നമ്മൾ നമ്പർ സിസ്റ്റത്തിനകത്ത് പറഞ്ഞത്. അതായത് നമ്മൾ എങ്ങനെയാണ് പൊസിഷൻ ചെയ്യുക, കാരണം 1 2 4 8 16 അങ്ങനെ പൊസിഷൻ ചെയ്യാൻ കഴിയുമെന്നൊക്കെ പറഞ്ഞില്ലായിരുന്നു. അപ്പോൾ 3 ആകുമ്പോൾ എന്താണ്, 2ൻ്റെ അവിടെയും 1 കൊടുക്കും, 1ൻ്റെ അവിടെയും 1 കൊടുക്കും. അപ്പോൾ 2 + 1 3. ഓക്കെ, അങ്ങനെയാണ് ഇവിടെ മീൻ ചെയ്യുന്നത്. അപ്പോൾ അതുപോലെയാണ് ഇവിടെ നമ്പർ കൊടുത്തത്. ഇവിടെ എന്താ കൊടുക്കുക, 0 വരുന്നിടത്ത് നമ്മൾ y' കൊടുക്കും, ഇപ്പുറത്തേക്ക് വരുമ്പോൾ അത് y ആയി മാറും. ഇവിടെ x' കൊടുക്കും, ഇവിടെ x ആവും. അതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് x' y', x' y, x y. അതായത് ഇവിടെ രണ്ടിടത്ത് 1 ആയപ്പോൾ എന്താണ്, ഇവിടെ x y, ഇവിടെ y y. ഓക്കെ, ഇത് ഇനി അതേപോലെ പൊസിഷൻ കൊടുത്താണ് m0 m1 m2 m3. ഇതാണ് 2 വേരിയബിളിൻ്റെ കേസ് വരുമ്പോൾ. ഈ 3 വേരിയബിളിൻ്റെ കേസ് വരുമ്പോൾ ചേഞ്ച് നോക്കാം. ഇവിടെ x വന്നു, ഇവിടെ y-ഉം z-ഉം വന്നു. അപ്പോൾ ഇവിടെ നമ്പറിങ് എങ്ങനെ കൊടുക്കണം, 0 0 0 1 1 1 1 0. ഓക്കെ, ഇവിടെ കൊടുക്കുമ്പോഴോ 0 1 ആണ്. അപ്പോൾ ഇൻ്റർസെക്ഷൻ ചെയ്യുമ്പോൾ എങ്ങനെയാണ്, 0 0 0 0 0 1 0 1 1
0 1 0. അപ്പോൾ നിങ്ങൾക്ക് ആ ചേഞ്ച് മനസ്സിലാവണം. ഇവിടെ വന്നത് 0 1 0യുമാണ്, ഇവിടെ വന്നത് എന്താണ് 1 1 ആണ്. അപ്പോൾ ഏതാ വലിയ നമ്പർ ഏതാണ്? ഇതായിരിക്കും. കാരണം 0 1 0 എന്ന് പറഞ്ഞാൽ 2 ആണ്, 0 1 1 എന്ന് പറഞ്ഞാൽ 3 ആണ്. അപ്പോൾ നമ്മൾ പൊസിഷൻ ചെയ്യുമ്പോൾ അതിനനുസരിച്ച് കൊടുക്കണം. M0 1 2 3 4 5 6 7. ഓക്കെ, അപ്പോൾ നമ്മൾ പൊസിഷനിങ് ചെയ്യുമ്പോൾ അതൊക്കെയാണ് അതിൻ്റെ ഒരു റൂൾസ് പോലെ, അല്ലെങ്കിൽ ഇങ്ങനെയാണ് അത് എന്നുള്ളതാണ്. പൊസിഷനിങ് കൊടുക്കുമ്പോൾ അങ്ങനെയാണ് കൊടുക്കുക. 2 കഴിഞ്ഞിട്ട് പുറത്താണ് 3 കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യാം, ബൈനറി ആയിട്ട് കമ്പയർ ചെയ്താൽ പെട്ടെന്ന് മനസ്സിലാവും. കാരണം 0 1 0 എന്ന് പറഞ്ഞാൽ 2 ആണ്. കാരണം ഈ 0ൻ്റെ പൊസിഷൻ 1ഉം ഈ 1ൻ്റെ പൊസിഷൻ 2 ആണ്. പിന്നെ പുറത്തുള്ള പൊസിഷൻ പിന്നെ 0 അല്ലേ, അപ്പോൾ 2 ആണ് കൺസിഡർ ചെയ്യുക. ഇവിടെ 1 1 0 വരും, 0 1 1 വരുമ്പോൾ 1ഉം 2ഉം എന്തായി 1 ആയി മാറി. അതുകൊണ്ട് 2 + 1 3 ആണ് നമ്മളവിടെ നമ്പർ ഡെസിമൽ നമ്പറിൽ പറയുമ്പോൾ പറയാം. ആ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യുക, പൊസിഷൻ കണ്ടുപിടിക്കുക, ഒന്നുകൂടെ ഈസി ആയിരിക്കും. അപ്പോൾ ഇവിടെ 0 0 0 ആയതുകൊണ്ട് നമ്മൾ 3 എന്താക്കി, X ഡാഷ് Y ഡാഷ് Z ഡാഷ് ആക്കി. പുറത്തേക്ക് വന്നപ്പോൾ 1ൻ്റെ ഡാഷ് പോയി, ഒന്നിൻ്റെ ചെറിയ വേരിയബിളിന് ചേഞ്ച് വന്നു. അതായത് X ഡാഷ് Y ഡാഷ് Z വന്നു. കാരണം എന്താണ്, ഇവിടെ 1 ഇട്ട് കൊടുത്ത് കണ്ടില്ലേ, ഇവിടെ കണ്ടോ 1 1 ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ X ഡാഷ് Y Z. അപ്പോൾ ഈ 0 ഉള്ള എക്സിന് മാത്രമേ X ഡാഷ് ഇട്ട് കൊടുത്ത്, മറ്റേ രണ്ടും Y Z. അങ്ങനെയൊക്കെ ആകുമ്പോൾ നിങ്ങൾക്ക് ഒന്നുകൂടി ഈസി ആയിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാം. അങ്ങനെ വരച്ച് നോക്കിയാൽ മതി എക്സാമിനൊക്കെ ചോദിക്കുമ്പോൾ. ഇവിടെ കേസ് വരുമ്പോൾ 0 1 0 ആണ്. അപ്പോൾ ആർക്കാണ് ഡാഷ് എന്ന് കൊടുക്കാതിരിക്കുക, കോംപ്ലിമെൻ്റ് ഇല്ലാത്ത വൈക്കാണ് അവിടെ 1 എന്നുള്ളത്. അപ്പോൾ X ഡാഷ് Y Z ഡാഷ്. പിന്നെ വരുമ്പോൾ ഇവിടെ X Y ഡാഷ് Z ഡാഷ്, X Y ഡാഷ് Z. നമുക്ക് ഇത് നോക്കിയാൽ തന്നെ മനസ്സിലാവും 1 1 1 എന്നാണ്. അപ്പോൾ Xും Yയും Zും ആണ്. പിന്നെ 1 1 0 ആകുമ്പോൾ X Y Z ഡാഷ്. ഇത് പിന്നെ അതിൻ്റെ പൊസിഷനിങ് കൊടുത്തതാണ്. ഇനി 4 വേരിയബിൾ കെ മാപ്പാണിത്. ഇതുവരെ 2ഉം 3ഉം ആണ് നമ്മൾ പറഞ്ഞത്. ഇനി 4 വേരിയബിളാണ്. 4 വേരിയബിളിൻ്റെ കേസ് വരുമ്പോൾ WX YZ വരും, 0 0 വരും, 0 1 1 1 1 0. ഇങ്ങോട്ടും അതേപോലെ തന്നെ 0 0 0 1 1 1 1 0. അപ്പോൾ ഇനി ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന എന്താണ്, 0 0 0 0 0 1 0 0 1 1. കണ്ടോ M3 ആണത്, കാരണം ഇവിടെ 1 1 വന്നു. 0 0 1 0 വരുമ്പോൾ M2 വരും. പിന്നെ ഇവിടെ M4 M5 M6 M7. ഓക്കെ, പിന്നെ ഇവിടെ അല്ല വരുന്നത്, അതിൻ്റെ താഴേക്കാണ് പിന്നെ വരുന്നത്. കാരണം 1 0 ഇവിടെ ആയതുകൊണ്ട് അതിനേക്കാൾ ചെറിയ നമ്പർ ഇവിടെ വരിക. 8 9 10 11 12 13 14 15. കൺഫ്യൂസ്ഡ് ആയത് കേട്ടോ, ശ്രദ്ധിച്ച് തന്നെ എഴുതുക. നോട്ടിൽ ഒന്ന് സൂം ചെയ്ത് വെച്ചിട്ട് എഴുതിക്കൊണ്ട് നോട്ടിൽ എഴുതുമ്പോൾ. ഇതൊക്കെ ഇതിൻ്റെ പൊസിഷനിങ് ഇങ്ങനെയാണ് ആക്ച്വലി. കാരണം ഈ 0 0 വരുന്നിടത്ത് എന്തായിരിക്കും അറിയോ, W ഡാഷ് X ഡാഷ്. ഇവിടെ വരുമ്പോൾ എന്താ അറിയോ, W ഡാഷ് X WX W X ഡാഷ്. അങ്ങനെ നമ്മളിങ്ങനെ ഈ നമ്പർ വെച്ചിട്ട് ഈ 0 0 വരുന്നിടത്തൊക്കെ ഡാഷുള്ള വാല്യൂസ് വരും, 1 ഉള്ളിടത്തൊക്കെ ഡാഷ് ഇല്ലാത്ത വാല്യൂസ് വരും. അങ്ങനെയൊക്കെ മനസ്സിലാക്കിയാൽ മതി. ഏറ്റവും സിമ്പിളാക്കിയിട്ട് കോൺസെപ്റ്റുകൾ മനസ്സിലാക്കുക. കാരണം ഇതിൻ്റെയൊക്കെ ഒരു പൊസിഷനിങ് ഇങ്ങനെയാണ്, പൊസിഷനിങ് ഇങ്ങനെയൊക്കെയാണെന്ന് പഠിച്ചാലേ നമുക്കിത് വെച്ചിട്ട് സിംപ്ലിഫിക്കേഷൻ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അധികമൊന്നുമില്ല, ഞാനിപ്പോൾ പറഞ്ഞ പോലെ എവിടേക്ക് X ഡാഷ് Y ഡാഷ് അങ്ങനെ കൊടുക്കണമെന്ന് മനസ്സിലാക്കുക. പിന്നെ നമ്പറിങ് കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കുക. അതായത് 0 0 0 1 1 0 1 1. ഇതാണ് ഓർഡർ എന്ന് കറക്റ്റ് മനസ്സിലാക്കുക. അപ്പോൾ അത് വെച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഡെസിമൽക്കാക്കാൻ അറിയാമെങ്കിൽ കറക്റ്റ് ഇവിടെ പൊസിഷനിങ്ങും അറിയാം. M0 M1 M2 M3 M4 M5 M6 M7 M8 M9 M10 M11 M12 13 14 15. ഓക്കെ, ഇതാണ് ഇപ്പോൾ നമ്മൾ X ഡാഷ് Y ഡാഷ് എന്ന് പറഞ്ഞ ആ ഒരു കണ്ടീഷനിൽ നമ്മൾ കൊടുത്തത്. ഇപ്പോൾ നേരത്തെ പറഞ്ഞില്ല, അതേപോലെ ഇങ്ങനെ അതിൻ്റെ ഇൻ്റർസെക്ഷനായി കൊടുത്തതാണ്. W ഡാഷ് X ഡാഷ് Y ഡാഷ് Z ഡാഷ് അങ്ങനെ കൊടുത്തു. പിന്നെ ഇവിടെ മൊത്തം 1 വന്നിടത്ത് കണ്ടോ, ഇവിടെ അതുകൊണ്ട് ഇൻ്റർസെക്റ്റ് ചെയ്യുന്നിടത്ത് എന്ത് ചെയ്തു, W X Y Z അങ്ങനെ കൊടുത്തു. അത് ജസ്റ്റ് ആ പൊസിഷനിങ് ചെയ്താൽ കേട്ടോ, ഈ വേരിയബിൾ അങ്ങനെ കൊടുത്തു. അപ്പോൾ നിങ്ങളിത് എന്ത് ചോദിച്ചാൽ നോട്ടിൽ എഴുതുമ്പോൾ ആദ്യം നിങ്ങൾ അതിന് തന്നെ എന്ത് ചോദിച്ചാൽ, നിങ്ങൾക്കിപ്പോൾ ഞാൻ ഇതുവരെ പറഞ്ഞ വെച്ചിട്ട് ഐഡിയ കിട്ടിയ വെച്ചാൽ ഒറ്റയ്ക്ക് എഴുതി നോക്കുക. എന്നിട്ട് ഇത് നോക്കിയിട്ട് എഴുതിയാൽ മതി. കാരണം നിങ്ങൾക്ക് അറിയോ ഇല്ലയോ എന്ന് മനസ്സിലായിട്ടുണ്ടോ നിങ്ങൾക്ക് തന്നെ ഒരു ഐഡിയ കിട്ടും. അനലൈസ് ചെയ്യുന്നത് നല്ലതാണ്. കാരണം സംഭവം സിമ്പിളാണ്, പക്ഷേ എവിടെയൊക്കെ പൊസിഷനിങ് കൊടുക്കുക, എങ്ങനെയൊക്കെ കൊടുക്കുക, നമ്മളിങ്ങനെ ഫിഗർ വെച്ചൊന്നും ഇങ്ങനെ മനസ്സിലാക്കി എടുത്താൽ മതി. അത്രേ ഉള്ളൂ കേട്ടോ പ്രശ്നം. ഇനി സിംപ്ലിഫിക്കേഷൻ യൂസിങ് കെ മാപ്പ്. എങ്ങനെയാണ് നമ്മൾ കെ മാപ്പ് വെച്ച് സിംപ്ലിഫിക്കേഷൻ ചെയ്യുന്നത്? ലുക്ക് ഫോർ അഡ്ജസൻറ്റ് സ്ക്വയേഴ്സ്. നമ്മൾ അഡ്ജസൻ്റ് ആയിട്ടുള്ള സ്ക്വയേഴ്സ് ഒന്ന് ചെക്ക് ചെയ്യും. Adjacent squares are those squares where only one variable changes as one moves from square to another. അതായത് adjacent squares വരുമ്പോൾ squares where only variable changes as one moves from square to another. ഒരു സ്ക്വയറിൽ നിന്ന് മറ്റൊരു സ്ക്വയറിലേക്ക് ഇങ്ങനെ മൂവ് ചെയ്യുന്നതിനനുസരിച്ച് എന്ത് ചെയ്യും, ഒരു വേരിയബിളിന് മാത്രമേ ചേഞ്ചസ് വരുള്ളൂ. നമ്മൾ നേരത്തെയൊക്കെ പറഞ്ഞതാണ്. ഇപ്പോൾ X ഡാഷ് ആണെങ്കിൽ പിറ്റത്തെ പ്രാവശ്യം അത് X ആയി മാറും,
വൈ ആണെങ്കിൽ പിറ്റത്തെ പ്രാവശ്യം വൈ ഡാഷ് ആയി മാറും, അങ്ങനെയുള്ള ചേഞ്ച് വരും. ഗ്രൂപ്പ് അഡ്ജസൻ അത്ര നമ്മൾ അങ്ങനെ പൊസിഷനിങ് ഒക്കെ നമ്മൾ വെച്ച് കഴിഞ്ഞാൽ ഗ്രൂപ്പ് അഡ്ജസൻ സ്ക്വയേഴ്സ് ഇൻ പവേഴ്സ് ഓഫ് 2, ഇത്ര അഡ്ജസൻ സ്ക്വയേഴ്സിന് നമ്മൾ എന്ത് ചെയ്യുക, അതിനകത്ത് 1 ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ വാല്യൂ ഉണ്ടെങ്കിൽ പവേഴ്സ് ഓഫ് 2 ആക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അവരെ ഗ്രൂപ്പ് ചെയ്യാം. അതായത് പെയേഴ്സ് ആയിട്ടോ ക്വാഡ്സ് ആയിട്ടോ ഗ്രൂപ്പ് ഓഫ് 8 ഗ്രൂപ്പ് ഓഫ് 16 ഒക്കെ പോസിബിൾ ആണ്. ഇപ്പോൾ 4 വേരിയബിളിൻ്റെ കേസ് നമുക്ക് ഗ്രൂപ്പ് ഓഫ് 16 തന്നെ പോസിബിൾ ആണ്, അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് 8 പോസിബിൾ ആണ്, ഗ്രൂപ്പ് ഓഫ് ക്വാഡ്സ് പോസിബിൾ ആണ്, അല്ലെങ്കിൽ പെയേഴ്സൊക്കെ പോസിബിൾ ആണ്. ഇതാണ് ഇതിനകത്തുള്ള 2 പ്രിൻസിപ്പിൾ നമുക്ക് പറയാനുണ്ട്. ഒന്ന് പ്രിൻസിപ്പിൾ 1 എന്ന് പറഞ്ഞാൽ ദ മോർ ദ മെരിയർ, ഹെൻസ് എ ക്വാഡ് ഈസ് ബെറ്റർ ദാൻ എ പെയർ. അതായത് കുറച്ചുള്ളതിനേക്കാൾ നല്ലത് അതിനേക്കാൾ കൂടുതലുള്ളതാണ്. ദ മോർ ദ മെരിയർ എന്നാൽ അതാണ്. അതായത് ഇപ്പോൾ പെയറും ഉണ്ട് ക്വാഡും ഉണ്ടെങ്കിൽ, അതായത് 4 വെച്ച് നമുക്ക് ഗ്രൂപ്പ് ചെയ്യാൻ കഴിയും, അതേപോലെ 2 വെച്ച് ഗ്രൂപ്പ് ചെയ്യാൻ കഴിയുമെങ്കിൽ 2 വെച്ച് 2 വട്ടം ഗ്രൂപ്പ് ചെയ്യുന്നതിനേക്കാൾ നല്ല എന്താണ്, ഒറ്റ ഗ്രൂപ്പാക്കി മാറ്റുന്നതല്ലേ, അതാണ് അവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ ഹയർ ആയിട്ടുള്ള 2ൻ്റെ പവേഴ്സ് ഏതാച്ചാൽ എടുക്കുക. അപ്പോൾ അതായത് 16 തന്നെ പോസിബിൾ ആണെങ്കിൽ അതെടുക്കുക, ചാൻസ് കുറവാണ് അങ്ങനെ വരാൻ. അതല്ലെങ്കിൽ 8ൻ്റെ ഗ്രൂപ്പാണോ നോക്കുക, അതുണ്ടെങ്കിൽ അതെടുക്കുക. അതുമില്ലെങ്കിൽ കോഡിൻ്റെ ഗ്രൂപ്പ് എടുക്കുക, 4 ഗ്രൂപ്പ് എടുക്കുക. അതുമില്ലെങ്കിൽ മാത്രം പെയേഴ്സ് കൺസിഡർ ചെയ്താൽ മതി. അല്ല ഇതിന് പെയറുണ്ടല്ലോ എന്ന് പോയി കണ്ട് റൗണ്ട് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. പ്രിൻസിപ്പിൾ 2, ഷെയർ ഗ്രൂപ്പ് എലമെൻറ്റ്സ് ഓൺലി വെൻ നെസസറി ടു ഫോം അനദർ ബിഗർ ഗ്രൂപ്പ്. അതായത് ഗ്രൂപ്പ് എലമെൻറ്റ്സിന് ഷെയർ ചെയ്യേണ്ട എപ്പോഴാണെന്ന് വെച്ചാൽ നമുക്ക് ഇതിനേക്കാൾ ബിഗറായിട്ടുള്ള ഗ്രൂപ്പ് ഫോം ചെയ്യാൻ കഴിയും എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, അപ്പോൾ 2 അറ്റത്തുള്ള 2 വണ്ണുകളുണ്ടെങ്കിൽ അവരെ പിടിച്ചിട്ടൊരു ഗ്രൂപ്പാക്കി മാറ്റിയാൽ നമുക്കൊരു ബിഗർ ഗ്രൂപ്പ് ഉണ്ടാക്കുമെങ്കിൽ നമുക്ക് അങ്ങനെ ഗ്രൂപ്പ് എലമെൻറ്റ്സിന് ഷെയർ ചെയ്യാവുന്നതാണ്. ഇത്രയാണ് ഇതിനകത്തുള്ള പ്രിൻസിപ്പിൾസ് പറയുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ ഫിഗേഴ്സൊക്കെ വെച്ചിട്ട് കമ്പാരിസൺ ചെയ്ത് നോക്കാം. നമ്മൾ സിമ്പിളാണ്, പക്ഷെ കുറച്ച് നേരം ഇരിക്കണം എന്നേ ഉള്ളൂ കൺസെപ്റ്റ് ഒന്ന് ഇതായി വരാൻ. ചിലർക്ക് അറിയാമായിരിക്കും കേട്ടോ, അറിയാത്തവരുണ്ടെങ്കിൽ അവർക്കാണ് പറയുന്നത്. ഇപ്പോൾ ഇവിടെ എ കൊടുത്തു, ഇവിടെ ബി കൊടുത്തു. അപ്പോൾ നമ്മൾ എന്തെടുത്താൽ സിഗ്മ എം ഓഫ് 1 2 3 എന്ന് പറഞ്ഞ് കൊടുത്താൽ ഈ പറഞ്ഞ പൊസിഷനിലെ കാര്യം നമ്മൾ 1 സെറ്റ് ചെയ്തു. കണ്ടോ 0 1 അതാണ് ഒരു പൊസിഷൻ, അവിടെ 1 കൊടുത്തു. പിന്നെ 1 0 എന്ന് പറഞ്ഞാൽ ഇതാണ് 2 എന്ന് പറഞ്ഞുള്ള പൊസിഷൻ, അവിടെ 1 കൊടുത്തു. പിന്നെ 1 ഇവിടെയാണ് പൊസിഷൻ 3, അവിടെ 1 കൊടുത്തു. അപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടി. അപ്പോൾ നമുക്ക് ഇനി നമ്മൾ പറഞ്ഞ പോലെ ഗ്രൂപ്പിംഗ് ചെയ്യാം. ഗ്രൂപ്പിംഗ് ചെയ്യുമ്പോൾ കോഡ് പോസിബിൾ ആണോ, അല്ല. അപ്പോൾ പിന്നെ പെയറേ പോസിബിൾ. അപ്പോൾ നമ്മളിങ്ങനെ പെയർ കൊടുത്തു, ഇങ്ങനെ പെയർ കൊടുത്തു. ഇനി നമ്മളിതിൻ്റെ ഔട്ട്പുട്ട് കാണാൻ പോവുകയാണ്. ഇതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ ഇതാണ്. എങ്ങനെ നമുക്ക് കിട്ടിയെന്ന് നോക്കാം. ആദ്യം ഈ പെയർ നോക്കാം. ഈ പെയർ നോക്കുമ്പോൾ ഇത് എന്തിൻ്റെ അണ്ടറിലാണ് വരുന്നത്. സപ്പോസ് ഇത് എ ഡാഷ് ആണ്, ഇത് എ ആണ്. നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞല്ലോ ഡാഷും കോംപ്ലിമെൻറ്റും വാല്യൂവും കൊടുക്കുമ്പോൾ ഇത് എ ഡാഷും ഇത് എ ആണ്. അപ്പോൾ ഇത് വന്നത് എൻ്റെ അണ്ടറിലാണ്. അപ്പോൾ അതുകൊണ്ട് എ എന്ന് നമ്മൾ കൊടുത്തു. പിന്നെ ഇവിടെ കൺസിഡർ ചെയ്യുമ്പോൾ ഇതിൻ്റെ ഇവിടെ 0 ആണ് വന്നിട്ടുള്ളത്, ഇവിടെ 1 ആണ് വന്നത്. അതായത് ബി കോംപ്ലിമെൻറ്റും വന്നു, ബിയും വന്നു. അങ്ങനെ വരുമ്പോൾ രണ്ടും കൂടെ ന്യൂട്രലായിട്ട് പോയി. കോംപ്ലിമെൻ്റ് ഒന്നും പറയാം, അല്ലെങ്കിൽ ഡാഷ് എന്ന് ഞാൻ ജസ്റ്റ് അങ്ങനെ പറഞ്ഞതാട്ടോ. അപ്പോൾ ബി കോംപ്ലിമെൻ്റ് ഒന്നും പറയാം. അപ്പോൾ ബി കോംപ്ലിമെൻറ്റും ബിയും കൂടെ വന്നപ്പോൾ അതെന്തായി മാറി, ന്യൂട്രലായിപ്പോയി, ക്യാൻസലായിപ്പോയി. അപ്പോൾ ഇവിടെ നമുക്ക് എ എന്ന് മാത്രമേ എടുക്കാനുള്ളൂ. പിന്നെ ഇതിൻ്റെ കേസ് വരുമ്പോൾ, ഈ പെയറിൻ്റെ കേസ് വരുമ്പോൾ ഇവിടെ എ ഡാഷ് വന്നു, ഇവിടെ എയും വന്നു. അപ്പോൾ രണ്ടും കൂടി വന്നുകൊണ്ട് അത് ന്യൂട്രലായിപ്പോയി, ക്യാൻസലായിപ്പോയി. ഇവിടെ എന്താണ് ബി മാത്രമേ ഉള്ളൂ, ബി കോംപ്ലിമെൻ്റ് ഇല്ല, അതുകൊണ്ട് ബിയും കൺസിഡർ ചെയ്തു. സോ ഔട്ട്പുട്ട് എ പ്ലസ് ബി. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ അതിൻ്റെ ഔട്ട്പുട്ട് എന്താണ്, എ പ്ലസ് ബി ആണ്. അപ്പോൾ ഇങ്ങനെയാണ് ഗ്രൂപ്പിംഗ് ചെയ്യേണ്ടത്. ഇനി വേറൊരു ടൈപ്പ് ഓഫ് ഗ്രൂപ്പിംഗ് നോക്കാം. സിമ എം 0 1. അപ്പോൾ 0ൽ പോയിട്ട് നമ്മൾ 1 കൊടുത്തു, 0 1, അതായത് 1ൽ പോയിട്ട് 1 കൊടുത്തു. അപ്പോൾ ഇങ്ങനെ ഒരു പെയർ കിട്ടി. അപ്പോൾ അതിൻ്റെ ഔട്ട്പുട്ട് എന്താ കിട്ടുക, എ കോംപ്ലിമെൻ്റാണ് കിട്ടുക. കാരണം ബി കോംപ്ലിമെൻറ്റും ബിയും എന്തായി, ന്യൂട്രലായിപ്പോയി. ഓക്കെ, അപ്പോൾ എ കോംപ്ലിമെൻ്റ് എന്നാണ് അതിൻ്റെ ആൻസർ, എ ഡാഷ് എന്ന് പറയാം. ഇതിനി വേറെ രീതിയിൽ നമ്മൾ ചെയ്തിട്ടുള്ളതാണ്. വേരിയബിളിൻ്റെ നെയിമിലൊക്കെ ചേഞ്ചസ് കൊടുത്തു എന്നേ ഉള്ളൂ. അല്ലാതെ ഇപ്പോൾ എക്സ് വൈയും സെഡുകളിൽ ഭയങ്കര S1 S2 X3 അങ്ങനെ കൊടുത്തു എന്നേ ഉള്ളൂ. ഇവിടെ ഏതൊക്കെ ലൊക്കേഷനിലാണ് കൊടുക്കേണ്ടത്, 0 1 2 3 6. ഇതൊക്കെ സിമ്പിളാണ്. നിങ്ങൾ എന്തെങ്കിലും കുറച്ച് നേരം ഇരുന്ന് ചെയ്യണം എന്നേ ഉള്ളൂ. അപ്പോൾ ഈ പറഞ്ഞ സ്ഥലങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യും, ഈ പറഞ്ഞ സ്ഥലങ്ങളിലൊക്കെ 1 കൊടുത്തു, 0ൽ കൊടുത്തു, 1ൽ കൊടുത്തു, 2ൽ കൊടുത്തു, 3ൽ കൊടുത്തു. പിന്നെ പറഞ്ഞ അവിടെയാണ് 6ൽ കൊടുത്തു, അവിടെയൊക്കെ 1 കൊടുത്തു. അപ്പോൾ നമുക്കിനി ഇത് പെയർ ചെയ്യാൻ നോക്കാം. 4 പെയറിങ് പോസിബിളാണ്, അങ്ങനെ പെയർ ചെയ്തു. ഇവിടെ 2 ഗ്രൂപ്പിങ്ങും പോസിബിളാണ്, അതും കൊടുത്തു. അപ്പോൾ ഫസ്റ്റ് ഇനി ഇത് കൺസിഡർ ചെയ്യുമ്പോൾ എന്താണ്, ഇവിടെ X3 കോംപ്ലിമെൻ്റാണ്, ഇവിടെ X3 ആണ് ഡാഷ്, X3 ഡാഷ് അല്ലെങ്കിൽ X3 കോംപ്ലിമെൻ്റാണ്. ഇത് X3 ആണ്. അപ്പോൾ ഇതിനകത്ത് കൺസിഡർ ചെയ്യുമ്പോൾ ഈ പെയറിങ് കൺസിഡർ ചെയ്യുമ്പോൾ X3 കോംപ്ലിമെൻ്റിലുള്ളൂ, അതുകൊണ്ട് X3 കോംപ്ലിമെൻറ്റ് അല്ലെങ്കിൽ X3 ഡാഷ് അവിടെ കൊടുത്തു. പ്ലസ് എന്താണ്, ഈ പെയർ കൺസിഡർ ചെയ്യുമ്പോൾ
ഇവിടെ x3 ഡാഷും അല്ലെങ്കിൽ x3 കോംപ്ലിമെൻറ്റും x3 ക്യാൻസലായിപ്പോയി. ഇവിടെയുള്ള ആൾക്കാരേ ഉള്ളൂ. ആരൊക്കെ ഇവിടെ ഉള്ളത്? ഇവിടെ x1 ഉണ്ടാവും, അതേപോലെ x2 ഡാഷ് ഉണ്ടാവും. ഇതെങ്ങനെ നമ്മൾ പെട്ടെന്ന് മനസ്സിലാക്കാറ്? ഇവിടെ 1ഉം 0യും ഉള്ളത്. 1 എന്നുള്ളിടത്ത് കോംപ്ലിമെൻ്റ് ഇല്ല, അതായത് x1 അതേപോലെ കൊടുക്കുക. 0 എന്നുള്ളത് ഇതിൻ്റെ കോംപ്ലിമെൻ്റ് ആയിട്ട് കൊടുക്കുക. അപ്പോൾ x2 ഡാഷ് കണ്ടോ, റിസൾട്ട് കിട്ടിയത് x3 കോംപ്ലിമെൻറ്റ് പ്ലസ് x1 ഇൻറ്റു x2 കോംപ്ലിമെൻറ്റ്. ഇതാണ് ഇതിൻ്റെ റിസൾട്ട്. ഇനി അടുത്ത കേസ് എടുക്കുക. വേറൊരു എക്സാമ്പിളാണ്. x1 x2 x3 കൊടുത്തു. 2 3 4 6 2 3 4 6 അവിടെയൊക്കെ 1 കൊടുത്തു. ഇനി ഇത് ഗ്രൂപ്പ് ചെയ്യുമ്പോൾ ഒരു പെയറിങ് ഇങ്ങനെ വരും. ഒരു ഗ്രൂപ്പിങ് നമ്മൾ നേരത്തെ പറഞ്ഞ പ്രിൻസിപ്പൽ 2-ലില്ലേ, ഷെയറിങ് ഓഫ് എലമെൻറ്റ്സ്, അങ്ങനെ കൊടുത്തു. ഇനി അതിൻ്റെ റിസൾട്ട് കിട്ടുമ്പോൾ അതിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പറയേണ്ട ആവശ്യമില്ല. ഞാൻ പിന്നെ ഇനി ബേസിക്കായിട്ട് ഐഡിയ കിട്ടിക്കോട്ടെ, ഇനി അറിയാത്തവരുണ്ടെങ്കിൽ അവർ അറിഞ്ഞോട്ടെ എന്ന് കരുതിയിട്ടാണ് ഇങ്ങനെ പറയുന്നത്. ഫസ്റ്റ് പെയറിലേതാ വന്നത്? x3 ഡാഷ് ഉണ്ട്, കാരണം അത് മൊത്തം ഇതിനകത്താണ് വരുന്നത്. പിന്നെ x1 ഉണ്ട്. പിന്നെ നോക്കാം, ഇത് x1 x2 ആണ്, ഇത് x1 x2 ഡാഷ് ആണ്. അപ്പോൾ രണ്ടിടത്തുള്ള സാധനം എന്താണ്? x1 ആണ്. x2ഉം x2 കോംപ്ലിമെൻറ്റും കട്ടായി പോവും. അപ്പോൾ x1 ഉണ്ട്. അപ്പോൾ റിസൾട്ട് വരുന്നത് എന്താണ്? x1 x3 ഡാഷ് അല്ലെങ്കിൽ x3 കോംപ്ലിമെൻറ്റ് പ്ലസ് മറ്റൊരുത്ത് എന്താ വന്നത്? ഒന്ന് x3 വരുന്നുണ്ട്, കാരണം രണ്ടും x3ൻ്റെ അണ്ടറിലാണ് വരുന്നത്. പിന്നെ ഇവിടെ വരുന്നത് 0 0 ആകുമ്പോൾ x1 കോംപ്ലിമെൻറ്റും x2 കോംപ്ലിമെൻറ്റും ആണ്. ഇവിടെ x1 കോംപ്ലിമെൻറ്റും x2 കോംപ്ലിമെൻറ്റാണ്. അപ്പോൾ ഇതിനകത്ത് x2 കോംപ്ലിമെൻറ്റിനെ വാലിഡിറ്റി ഉള്ളൂ, കാരണം എന്താണ്? മറ്റേത് 0യും 1ഉം ആയതുകൊണ്ട് കട്ടായി പോകും. അപ്പോൾ x2 കോംപ്ലിമെൻറ്റ് x3. ഓക്കെ, സംഭവം സിമ്പിളാണ്. പക്ഷേ നമ്മളിങ്ങനെ വെച്ചാൽ ഇരിക്കണത് ഇങ്ങനെ സെറ്റായി വരണമെങ്കിൽ കൺഫ്യൂഷൻ വരരുതെന്നേ ഉള്ളൂ. ഇനി നെക്സ്റ്റ് വേറെ എക്സാമ്പിൾ പറയുന്നത് 1 2 3 4 5 7 അതിലൊക്കെ 1 നമ്മൾ കൊടുത്തു. അപ്പോൾ രണ്ട് രീതിയിൽ നമ്മൾ എന്ത് ചെയ്തു? അതിനെ ഗ്രൂപ്പ് ചെയ്തു. ഒന്ന് സ്ക്വാഡിൻ്റെ ഗ്രൂപ്പ്, പിന്നെ ഒന്ന് പെയറിൻ്റെ ഗ്രൂപ്പ്. ഇത് ചെയ്യുമ്പോൾ എങ്ങനെ റിസൾട്ട് കിട്ടുന്നത് നോക്കാം. ഇതിൻ്റെ കേസ് വരുമ്പോൾ എക്സും എക്സ് ഡാഷും എന്തായി? കട്ടായിപ്പോയി. സോ ബാക്കി ആരാ അവിടെ ഉണ്ടാവുക? ഇവിടെ വൈയും സെഡും നമ്മൾ എടുത്ത് നോക്കുമ്പോൾ ഇവിടെ വൈയും സെഡും ആയിരിക്കും. ഇവിടെ എന്താണ്? വൈ ഡാഷും സെഡും ആയിരിക്കും. അങ്ങനെ ആകുമ്പോൾ വൈ ഡാഷും വൈ കോംപ്ലിമെൻറ്റും വൈയും ന്യൂട്രലായി പോയി, കട്ടായിപ്പോയി. സെഡ് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ റിസൾട്ട് എന്താണ്? സെഡ്. അതാണ് ഇവിടെ സെഡ് കൊടുത്തിട്ടുള്ളത്. ഈ പെയറിൻ്റെ കേസ് വരുമ്പോൾ ഇവിടെ ആരാണ്? എക്സ് ഡാഷ് ആണ് ഉള്ളത്. എക്സ് കോംപ്ലിമെൻറ്റ് എക്സ് ഡാഷ് ഒന്നും പറയാം കേട്ടോ. എക്സ് കോംപ്ലിമെൻ്റ് ആണുള്ളത്. പിന്നെ ഇവിടുത്തെ കേസ് വരുമ്പോൾ ഇവിടെ വൈയും സെഡും ആണ് ഉണ്ടാവുക. ഇവിടെ എന്താണ്? വൈയും സെഡ് ഡാഷും ആണ് ഉണ്ടാവുക. അപ്പോൾ സെഡും സെഡ് ഡാഷും ക്യാൻസലായി പോവും, വൈ മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് എക്സ് ഡാഷ് അല്ലെങ്കിൽ എക്സ് കോംപ്ലിമെൻറ്റ് വൈ പ്ലസ് സെഡ് എന്നുള്ള റിസൾട്ട് കിട്ടിയത്. സെഡ് പ്ലസ് എക്സ് കോംപ്ലിമെൻറ്റ് വൈ ഒന്നും കൊടുക്കാം, അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടും സെയിം തന്നെയല്ലേ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? ഇത് വരക്കുമ്പോൾ വേണമെങ്കിൽ എന്ത് ചെയ്യുക? ഇവിടെ പൊസിഷൻ കൊടുക്കുക. ഇവിടെ എക്സ് ബാർ, ഇവിടെ എക്സ്, ഇവിടെ വൈ ബാർ സെഡ് ബാർ, പിന്നെ വൈ ബാർ സെഡ്, ദെൻ വൈ സെഡ്, ദെൻ വൈ സെഡ് ബാർ എന്നൊക്കെ പറഞ്ഞ പൊസിഷൻ കൊടുത്താൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഒന്നുകൂടി ഐഡിയ കിട്ടും. ഇത്രയാണ് ഇതിൽ പറയാനുള്ളത്. ഇത് ഇനിയും 4 വേരിയബിളിൻ്റെ കേസൊക്കെ പറയുകയാണത്. ഇങ്ങനെ പറയുകയാണെങ്കിൽ കുറേ എത്രയും നമുക്ക് എക്സാമ്പിൾ വെച്ച് പറയാം. ഞാൻ പിന്നെ നിങ്ങൾക്ക് അത്രയും ഐഡിയ കിട്ടിയിട്ട് ഇങ്ങനെ പിന്നെയും പറയാം. ജസ്റ്റ് ഒരൊറ്റ എക്സാമ്പിൾ വെച്ച് നമുക്ക് പറഞ്ഞാൽ മതി. വെറുതെ ഡിലേ ആക്കി പോകേണ്ട ആവശ്യം. 18 മിനിറ്റായോ? 1 മിനിറ്റ് കേട്ടോ. ഇത് പറയണ്ട നോക്കണോ? ഏതായാലും നോക്കാം. ഇപ്പോൾ ഇവിടെ എ ബാർ ബി ബാർ സി ഡി എന്ന് പറഞ്ഞ സ്ഥലത്ത്, അതായത് എ ബാർ ബി ബാർ സി ഡി പറഞ്ഞാൽ ഇതാണ്. അവിടെ 1 കൊടുത്തു. എ ബാർ ബി ബാർ സി ഡി പറഞ്ഞാൽ ഇവിടെ 1 കൊടുത്തു. എ ബാർ ബി സി ഡി ആണ് കൊടുത്ത് 1 കൊടുത്തു. അങ്ങനെ ഇവിടെ ഈ പറഞ്ഞ എ ബി സി ഡി പറഞ്ഞ പൊസിഷൻ എന്താണ്? അവിടെ 1 കൊടുത്തു. പിന്നെ എ ബി ബാർ സി ഡി എന്ന് പറഞ്ഞ ഈ പൊസിഷനിൽ അവിടെയും 1 കൊടുത്തു. പിന്നെ എ ബി ബാർ സി ബാർ ഡി, പിന്നെ എ ബി സി ബാർ ഡി, പിന്നെ എ ബി സി ഡി ബാർ എന്നൊക്കെ പറഞ്ഞ സ്ഥലത്തൊക്കെ നമ്മൾ 1 കൊടുത്തു. എന്നിട്ട് എന്താ ചെയ്യുന്നത് വെച്ചാൽ ഒക്കെ ഗ്രൂപ്പ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. കുറേ മിനിറ്റായി, അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് പറയുന്നു കേട്ടോ. എന്നിട്ട് നേരത്തെ പറഞ്ഞ പോലെ ലൊക്കേറ്റ് ചെയ്തു. അപ്പോൾ എ ബി 1 പിന്നെ സി ഡി 1. ഓക്കെ, ഇത്രയാണ് ഉണ്ടായത്. ഇനി അതർ പോസിബിൾ വേരിഡ് ഗ്രൂപ്പിംഗ് പറഞ്ഞാൽ ഇതൊക്കെയാണ്. ഇപ്പോൾ നേരത്തെ പറഞ്ഞ ഷെയറിംഗ് ആണ്, ഇതിങ്ങനെ പോസിബിളാണ്. പിന്നെ അല്ലെങ്കിൽ ഇങ്ങനെ ഗ്രൂപ്പിംഗ് പോസിബിളാണ്, പിന്നെ ഇങ്ങനെയും പോസിബിളാണ് എന്നൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ടാണിത്. ജസ്റ്റ് നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിക്കോട്ടെ എന്ന് എഴുതിയിട്ടൊക്കെയാണ്. ഇനി ഡോൺ കെയർ കണ്ടീഷൻ. ഡോൺ കെയർ കണ്ടീഷൻ പറഞ്ഞാൽ സിമ്പിളായിട്ട് ഞാൻ ആദ്യം പറയാം. അതായത് ചില ഗ്രൂപ്പിംഗ് ഒക്കെ ചെയ്യുമ്പോൾ ഇപ്പോൾ ഒറ്റൊരു വാല്യൂൻ്റെ അവിടെ ഒരു വാല്യൂ ഉണ്ടായിരുന്നെങ്കിൽ നമുക്കത് ഗ്രൂപ്പ് ചെയ്യാമായിരുന്നു എന്നുള്ള സിറ്റുവേഷൻ വരുമ്പോൾ അത്തരം കേസുകൾ നമുക്ക് എന്ത് ചെയ്യാം? ഡോൺ കെയർ കണ്ടീഷൻ യൂസ് ചെയ്യാം. അതായത് അവിടെ ഒരു എക്സ് ഇട്ട് കൊടുത്താൽ അതൊരു ഗ്രൂപ്പായി മാറുമെങ്കിൽ അതല്ല നല്ലത്. നമ്മൾ അങ്ങനെ ഒരു പോസിബിലിറ്റി സിംപ്ലിഫിക്കേഷന് വേണ്ടി കൊണ്ടുവന്നിട്ടുള്ള ഒരു ഐഡിയയാണ് ഡോൺ കെയർ കണ്ടീഷൻ. അപ്പോൾ ജസ്റ്റ് എന്താണെന്ന് പറയാം.
ഡോണ്ട് കെയർ കണ്ടീഷൻ ഈസ് ഇൻപുട്ട് കോമ്പിനേഷൻ ദാറ്റ് വിൽ നെവർ ഒക്കർ. ഒരിക്കലും ഇല്ലാത്ത ഒരു കോമ്പിനേഷനെ കൊണ്ടുവരുന്നതിനാണ് നമ്മൾ ഡോണ്ട് കെയർ കണ്ടീഷൻ എന്ന് പറയുക. സോ ദ കറസ്പോണ്ടിങ് ഔട്ട്പുട്ട് ക്യാൻ ബി ഐദർ 0 or 1. നമുക്ക് വേണമെങ്കിൽ 1 ഇട്ട് കൊടുക്കാം, അല്ലെങ്കിൽ എക്സോ 0 ഇട്ട് കൊടുത്താൽ എന്തായി, നമുക്കൊരു ഗ്രൂപ്പിംഗ് അവിടെ പോസിബിളായി. പക്ഷേ ആക്ച്വലി അങ്ങനെ കോമ്പിനേഷൻ ഇല്ല. ഡോണ്ട് കെയർ കണ്ടീഷൻ ക്യാൻ ബി യൂസ്ഡ് ടു ഹെൽപ്പ് സിംപ്ലിഫൈ ബൂളിയൻ എക്സ്പ്രഷൻ ഫർദർ ഇൻ കെ മാപ്പ്. കെ മാപ്പിനകത്ത് ബൂളിയൻ എക്സ്പ്രഷൻ സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടി നമ്മൾ കൊണ്ടുവരുന്ന ഒരു ഐഡിയ ആണ് ഡോണ്ട് കെയർ കണ്ടീഷൻ. ദേ കുഡ് ബി ചൂസൺ ടു ബി ഐദർ 1 or 0. നമുക്ക് എന്ത് ചെയ്യാം, ഇത് ചൂസ് ചെയ്തിട്ട് 0യോ 1യോ എടുക്കാം, ഡിപ്പെൻഡിങ് ഓൺ വിച്ച് ഗീവ്സ് ദ സിംപിളർ എക്സ്പ്രഷൻ. വെച്ചാണോ സിംപിൾ എക്സ്പ്രഷൻ കിട്ടുന്നത് അതിനനുസരിച്ച് നമുക്ക് ഡിപ്പെൻഡ് ചെയ്തിട്ട് ചെയ്യാം. വി യൂഷ്വലി യൂസ് ദ നൊട്ടേഷൻ സിഗ്മ ഡി ടു ഡിനോട്ട് ദ സെറ്റ് ഓഫ് ഡോണ്ട് കെയർ മിൻ ടേംസ്. നമ്മളതിന് വേണ്ടി സിഗ്മ ഡി എന്നാണ് യൂസ് ചെയ്യുന്നത് ഡോണ്ട് കെയർ മിൻ ടേംസിന് വേണ്ടിയിട്ട്. ഫോർ എക്സാമ്പിൾ ദ ഫംഗ്ഷൻ പി ഈസ് ഓഡ് പാരിറ്റി ജനറേറ്റർ ഓഫ് ബി സി ഡി ക്യാൻ ബി റിട്ടേൺ ആസ്. നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഇത് നമുക്ക് 1 ഇട്ട് കൊടുക്കാനുള്ളത് കൊടുത്തിട്ട് അതിൻ്റെ കൂടെ തന്നെ എവിടേക്ക് നമുക്ക് ഈ മിൻ ടേംസ് കൊടുക്കാം എന്ന് നമ്മൾ ആദ്യം ലൊക്കേറ്റ് ചെയ്ത് കൊടുക്കുന്ന ക്വസ്റ്റ്യൻസും ഉണ്ടായിരിക്കും. ഇവിടെ അങ്ങനെയാണ്. അപ്പോൾ അതായത് നമ്മൾ എന്ത് ചെയ്തു, ആദ്യം നമ്മൾ വിത്തൗട്ട് ഡോണ്ട് കെയർ എന്ന് പറഞ്ഞിട്ട് നമ്മളിങ്ങനെ ചെയ്തു. ഡോണ്ട് കെയർ ഇല്ലാതെ എങ്കിൽ നമുക്ക് ഈ ക്വസ്റ്റ്യനെ എങ്ങനെ ഗ്രൂപ്പ് ചെയ്താന്നാണ് നമ്മൾ നോക്കിയത്. അങ്ങനെ നോക്കുമ്പോൾ ഗ്രൂപ്പിങ് നമ്മൾ കരുതിയ പോലത്തെ ഒരു ഗ്രൂപ്പിംഗ് ഇവിടെ പോസിബിൾ അല്ല. നമ്മൾ ഈ പറഞ്ഞ ലൊക്കേഷനിലൊക്കെ കൊടുത്തു, സംഭവങ്ങൾ കൊടുത്തു, എ ബാർ ബി ബാർ സി ബാർ ഡി ബാർ കൊടുത്തു, പിന്നെ കഴിഞ്ഞ് എ ബാർ ബി ബാർ സി ഡി, അവിടെയൊക്കെ ലൊക്കേഷൻ അതിൽ പറഞ്ഞ അതേ ലൊക്കേഷനിലൊക്കെ നമ്മൾ എന്ത് ചെയ്തു, ഓരോ ടേം വെച്ചിട്ട് കൊടുത്തിരിക്കുന്നു. അതിന് വേരിയബിളൊക്കെ വെച്ച് ഇവിടെ പേര് കൊടുത്തു. ഇനി ഡോണ്ട് കെയർ വെച്ച് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ എങ്ങനെയാണ് കൊടുക്കേണ്ടത് എന്നാണ് ഇവിടെ പറയുന്നത്. നമ്മളിപ്പോൾ ഈ പറഞ്ഞ ലൊക്കേഷനിലൊക്കെ നമ്മൾ എക്സ് ഇട്ട് കൊടുത്തു. അതായത് 10 കൊടുത്തു, 11, 12, 13, 40, 50 ലൊക്കേഷനിലൊക്കെ എക്സ് ഇട്ട് കൊടുത്തോടുകൂടി എന്തായി, നമ്മൾ ഗ്രൂപ്പ് ചെയ്യാൻ പറ്റില്ല എന്ന് കരുതിയിടത്തൊക്കെ ഗ്രൂപ്പിംഗ് പോസിബിളായി. ഇവിടെ ഒരു ഗ്രൂപ്പിംഗ് പോസിബിളായി, അതേപോലെ ഇവിടെ ഒരു പെയർ ഗ്രൂപ്പ് പോസിബിളായി, ഇവിടെ ഒരു പെയർ ഗ്രൂപ്പ് പോസിബിളായി, ഇവിടെ ഒരു പെയർ ഗ്രൂപ്പ് പോസിബിളായി. ഇത്രയും പെയർ ഗ്രൂപ്പ് പോസിബിളായതുകൊണ്ട് എന്തായി, ഈ ഇക്വേഷനും തമ്മിലുള്ള മാറ്റം നിങ്ങൾക്ക് തന്നെ മനസ്സിലായിട്ടുണ്ടാവും. എന്താണ്, ഇത് ഒന്നുകൂടെ സിംപ്ലിഫൈഡ് ആയിട്ടുള്ള ഒരു വേർഷനായിട്ട് മാറി. കാരണം എന്താണ്, നമ്മളിങ്ങനെ ഒരിക്കലും ഗ്രൂപ്പ് ചെയ്യാൻ പറ്റില്ല എന്ന് കരുതിയ ഒരു ടീമിനെ പിടിച്ച് എന്ത് ചെയ്തു, ഗ്രൂപ്പ് ചെയ്തു നമ്മളുടെ ഡോണ്ട് കെയർ കണ്ടീഷൻ യൂസ് ചെയ്തിട്ട്. അത്രേ ഉള്ളൂ. അപ്പോൾ അതിനനുസരിച്ചുള്ള ചേഞ്ചസ് ഇവിടെ വരും. ഓക്കെ. പിന്നെ ഈ എ ബി സി ഡി എന്ന് പറഞ്ഞിടത്ത് നിങ്ങൾ കൺഫ്യൂസ്ഡ് ആവേണ്ട ഒരു ആവശ്യമില്ല കേട്ടോ. ചിലപ്പോൾ ചിലർ കൺഫ്യൂസ്ഡ് ആയി പോകും. ജസ്റ്റ് എന്താ വെച്ചാൽ ഇവിടെ ഒന്നും സി എന്താണ് കോംപ്ലിമെൻ്റ് അല്ല, സി ബാർ അല്ല, സി തന്നെ യൂസ് ചെയ്യുന്നത്. ഇവിടേക്ക് ബി കോംപ്ലിമെൻ്റ് അല്ല, ബി ആണ് യൂസ് ചെയ്യുന്നത്. ഇവിടെ എ കോംപ്ലിമെൻ്റ് അല്ല, എ യൂസ് ചെയ്യുന്നത്. ഇവിടെ ഡി കോംപ്ലിമെൻ്റ് അല്ല, ഡി ആണ് യൂസ് ചെയ്യുന്നത് കാണിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് അവിടെ അങ്ങനെ ഒന്ന് മാർക്ക് ചെയ്താണ്. നമ്മൾ എഴുതുമ്പോൾ ജസ്റ്റ് കറക്റ്റ് എ ബാർ ബി ബാർ എ ബാർ സി ബി അങ്ങനെയൊക്കെ എ ബി എ ബി ബാർ അങ്ങനെയൊക്കെ കൊടുത്താൽ മതി. അത്രയേ ഉള്ളൂ. ഞാൻ ഇനിയും മിനിറ്റുകൾ വെറുതെ ഇതാക്കണം. 22 മിനിറ്റായി. അപ്പോൾ നിങ്ങൾക്കും ബുദ്ധിമുട്ട് വരും. സോ എന്ത് ചെയ്യുക, അപ്പോൾ അതുകൊണ്ടാണ് ഞാനിങ്ങനെ ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് സിമ്പിളാണ്. നിങ്ങൾ ജസ്റ്റ് നിങ്ങൾ ഇരുന്ന് റീഡ് ചെയ്താൽ മനസ്സിലാവും. അപ്പോൾ ജസ്റ്റ് എന്തിനാണ് ഡോണ്ട് കെയർ കൊടുക്കുന്നത് വെച്ചാൽ ഗ്രൂപ്പിംഗ് പോസിബിൾ അല്ല എന്ന് കരുതിയെടുത്ത് എന്ത് ചെയ്യാം, നമുക്ക് ഗ്രൂപ്പിംഗ് കൊണ്ടുവരാം. ഇപ്പോൾ അവിടെ 2 എക്സാമ്പിൾ കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ നിങ്ങളിതൊക്കെ വരച്ച് തന്നെ ചെയ്ത് പഠിക്കാം കേട്ടോ. ഇവിടെയൊക്കെ 1, ഈ ലൊക്കേഷനിലൊക്കെ 1 കൊടുത്തു, പിന്നെ ഈ ലൊക്കേഷനിലൊക്കെ ഡിയും കൊടുത്തു. ഡി കൊടുക്കാം, അല്ലെങ്കിൽ ക്രോസൊക്കെ കൊടുക്കാം. അപ്പോൾ ഒന്നെങ്കിൽ ഈ രീതിയിലും ഗ്രൂപ്പ് ചെയ്യുക, അല്ലെങ്കിൽ ഇതിന് കണ്ട രീതിയിലും ഗ്രൂപ്പ് ചെയ്യാം. ഏതാണ് കൂടുതൽ ബെറ്റർ ആയിട്ടുള്ളത് എന്ന് നമുക്ക് തോന്നുക വെച്ചാൽ മിക്കവാറും ഇതാവും. അപ്പോൾ എന്താണ്, നമുക്ക് ഏതാണ് ബെസ്റ്റ് എന്ന് തോന്നുന്നത് ആ രീതിയിൽ ഗ്രൂപ്പ് ചെയ്യട്ടെ. 2 രീതിയിലും ഗ്രൂപ്പിംഗ് പോസിബിളാണ്, പക്ഷേ ഇതൊന്നുകൂടെ നല്ലതാവാം. ഓക്കെ. അപ്പോൾ അങ്ങനെ ഏറ്റവും ബെസ്റ്റായ രീതിയിൽ എങ്ങനെയാണോ സിംപ്ലിഫൈ ചെയ്യേണ്ടത് അതാണ് നമ്മൾ ചൂസ് ചെയ്യേണ്ടത്. ഓക്കെ. രണ്ടായാലും ഇങ്ങനെയുള്ള ഔട്ട്പുട്ടുകൾ കിട്ടും. ഓക്കെ. അപ്പോൾ ഇത്രയാണ് കെ മാപ്പ് സിംപ്ലിഫിക്കേഷനെ കുറിച്ച് ബേസിക്കായിട്ട് പറയാനുള്ളത്. ഇതിനകത്ത് ഡോണ്ട് കെയർ കണ്ടീഷനും കൂടെ ഒന്ന് മനസ്സിലാക്കുക. പിന്നെ ഈ ഫിഗേഴ്സൊക്കെ എങ്ങനെ വരയ്ക്കുന്നത് നോക്കാം. ആപ്ലിക്കേഷൻ ലെവലിൽ ചോദിച്ചാൽ ചിലപ്പോൾ ഒരു ഇക്വേഷൻ തന്നിട്ട് കെ മാപ്പ് വരയ്ക്കാനൊക്കെ പറയാം ചിലപ്പോൾ. അങ്ങനെ ചോദിച്ചാൽ നിങ്ങൾ അതും അറ്റൻഡ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് പറയാനുള്ളത്. അപ്പോൾ വീഡിയോ വാച്ച് ചെയ്ത് നോട്ട്സൊക്കെ എഴുതിയിട്ട് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്യുക. എന്തെങ്കിലും സജഷൻസ് നിങ്ങൾക്ക് പറയുകയാണെങ്കിൽ ഫുൾ ഫ്രീഡം നമ്മൾ തരുന്നുണ്ട്. നിങ്ങൾക്ക് ഡൗട്ട് പറയാനായാലും ശരി, സജഷൻസ് പറയാനായാലും ഒക്കെ ശരി. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, പോസിറ്റീവായ രീതിയിൽ അതൊക്കെ മാക്സിമം യൂസ്ഫുൾ ആക്കുക. ഓക്കെ. താങ്ക് യു.